ഇന്നത്തേത് ഒരു ബിസിനസ് ക്ലാസ് കഥയാണ്. അതെ, ഞാനും ചിന്നുവും കൂടെ വീണ്ടും ഒരു പുതിയ രാജ്യത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അതും ആദ്യമായി ബിസിനസ് ക്ലാസ്സിൽ. ഇനി എങ്ങോട്ടേക്കാണ് യാത്ര എന്നല്ലേ? സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലേക്കാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഞങ്ങളുടെ യാത്ര. അങ്ങനെ പെട്ടിയും ബാക്കി ആവശ്യ സാധനങ്ങളും ഒക്കെ പാക്ക് ചെയ്ത് 8:20 സൗദി എയർലൈൻസ് പിടിക്കാനായി എയർപോർട്ടിലേക്ക് ഇറങ്ങി. ഇത്തവണത്തെ യാത്രയിൽ ഞങ്ങൾ രണ്ടാൾക്കും ഒരുപോലെ ആകാംക്ഷയുള്ള ഒന്നാണ് ബിസിനസ് ക്ലാസ്സിലെ വിമാനയാത്ര. കൂട്ടത്തിൽ ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്ന ഫ്ലൈറ്റിന്റെ കോക്പിറ്റ് കാണാൻ പറ്റുമോ എന്ന് കൂടെ ഒന്ന് നോക്കണം. അങ്ങനെ എയർപോർട്ടിലെത്തി ചെക്ക് ഇൻ നടപടികളും എമിഗ്രേഷനും പൂർത്തിയാക്കി നേരെ ലോഞ്ചിലേക്ക് കയറി. ലോഞ്ചിൽ നിന്നും അധികമൊന്നും കഴിക്കാൻ നിന്നില്ല. ചിന്നുവിന്റെ ഇഷ്ടഭക്ഷണമായ മോമോസും കഴിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള വിളിയെത്തി. ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ നേരെ ഗേറ്റിലേക്ക് തിരിച്ചു. ബോർഡിംഗ് പാസും കാണിച്ച് വലത് കാല് വെച്ച് അകത്തേക്ക് കയറി. ആദ്യ കാഴ്ചയിൽ തന്നെ ഈ യാത്ര ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി. അത്രയ്ക്കും മനോഹരമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ സീറ്റും ബാക്കി സൗകര്യങ്ങളും. അതിൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഹോസ്പിറ്റാലിറ്റിയെ പറ്റി തന്നെയാണ്. അങ്ങനെ ചുറ്റുമുള്ളതൊക്കെ നോക്കിയിരുന്നപ്പോഴത്തേക്കും സൗദി എയർലൈൻസിന്റെ വെൽക്കം ഡ്രിങ്കായ അറബിക് കോഫി എത്തി. ഇതുവരെ കുടിച്ചിട്ടുള്ളതിൽ വളരെ വ്യത്യസ്തമായതും രുചികരവുമായിരുന്നു ആ കോഫി. കോഫിയും കുടിച്ചിരുന്നപ്പോഴത്തേക്കും പതിയെ ടേക്ക് ഓഫിനുള്ള സമയമായി. അങ്ങനെ റിയാദിലേക്കുള്ള ഞങ്ങളുടെ യാത്ര അവിടെ ആരംഭിച്ചു. ഡിന്നറിനുള്ള മെനു നോക്കി ഓർഡറും കൊടുത്തിട്ട് ഇനി സ്വല്പം എന്റർടൈൻമെന്റ് ആകാമെന്ന് കരുതി ഞങ്ങൾ രണ്ടാളും ഒരു സിനിമ കാണാനിരുന്നു. കൂട്ടത്തിൽ കുറിക്കാൻ നല്ല ചൂട് ഡ്രൈ ഫ്രൂട്ട്സും കിട്ടി. ചിന്നു രംഗണ്ണന്റെ പുറകെ പോയപ്പോൾ ഞാൻ ഡിനോസറിന്റെ പുറകെ കൂടി. അപ്പോഴത്തേക്കും ഞങ്ങൾക്കുള്ള ഡിന്നർ എത്തി. ബട്ടർ ചിക്കനും ദാലും സലാഡും ക്യാരറ്റ് ഹൽവയും ഒക്കെ അടങ്ങിയ നല്ല ഒന്നാന്തരം ഭക്ഷണം. നല്ലോണം ആസ്വദിച്ച് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ പതിയൊരു ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അതിനു മുന്നേ ഞങ്ങളുടെ ക്യാബിൻ ക്രൂ ആയ റോസന്നയോട് കോക്പിറ്റ് കാണണമെന്നുള്ള ആഗ്രഹവും അറിയിച്ചു. ക്യാപ്റ്റനോട് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് കക്ഷി പോയി. ഉറക്കമെണീറ്റ് നോക്കുമ്പോഴത്തേക്കും ഞങ്ങളുടെ വിമാനം റിയാദിന്റെ മുകളിലൂടെ വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്നുമുള്ള കാഴ്ച ഇത്ര മനോഹരമാണെങ്കിൽ താഴെ എന്തായിരിക്കുമെന്ന് ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി. അപ്പോഴത്തേക്കും അതാ വരുന്നു ക്യാപ്റ്റൻ സമ്മതം മൂളിയെന്ന സന്തോഷ വാർത്തയുമായി റൊസാന. കൂട്ടത്തിൽ ഞങ്ങൾക്ക് സൗദി എയർലൈൻസിന്റെ വക ഒരു ഗ്രീറ്റിംഗ് കാർഡും. അധികം വൈകാതെ തന്നെ നമ്മുടെ വിമാനം സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് പറന്നിറങ്ങി. ഒട്ടും വെച്ച് താമസിപ്പിക്കാതെ ക്രൂവിന്റെ നിർദ്ദേശപ്രകാരം കോക്പിറ്റിലേക്ക്. ആഹാ, സിനിമയിലും ഫോട്ടോസിലും മാത്രം കണ്ടിട്ടുള്ള കോക്പിറ്റ് ഇതാ എന്റെ കൺമുന്നിൽ. ഒരു കുഞ്ഞു കുട്ടിയുടെ ആകാംക്ഷ എന്ന തരത്തിൽ അല്പനേരം അത് നോക്കി നിന്നിട്ട് ഈ ആഗ്രഹം നടത്തി തന്ന ക്രൂവിനോട് 1000 നന്ദിയും അറിയിച്ച് റിയാദിലേക്ക് ഞങ്ങൾ കാലെടുത്തു വെച്ചു. പെട്ടെന്ന് തന്നെ ഇമിഗ്രേഷൻ നടപടികളും പൂർത്തിയാക്കി എയർപോർട്ടിന് വെളിയിലേക്ക് ഇറങ്ങി. അവിടെ ഞങ്ങളെയും കാത്ത് സുഹൃത്തായ എൽദോ നിൽപ്പുണ്ടായിരുന്നു. ശിശിരകാലത്തിനെ വരവേൽക്കാനായി ഒരുക്കങ്ങൾ തുടങ്ങിയ റിയാദിന്റെ നഗരവീതിയിലൂടെ എൽദോയുടെ സൗദി വിശേഷങ്ങളും കേട്ട് ഞങ്ങൾ ഹോട്ടലിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ സൗദിയുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന റിയാദിനെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അടുത്ത 5 ദിവസം താമസിക്കുന്ന ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികളും പൂർത്തിയാക്കി നേരെ റൂമിലേക്ക്. അപ്പോൾ ബാക്കി അറബി കഥകളുമായി ഉടനെ തന്നെ വരാം. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കൂടെ വിമർശനങ്ങളും. അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ.